സ്വാമിയെ ശരണമയ്യപ്പ. എരുമേലി കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന അയ്യപ്പ ഭക്തർ എല്ലാവരും ശരണം വിളികളോടെ ദർശനം നടത്തി തിരിച്ച് അയ്യപ്പനെ കണ്ട് മടങ്ങാനുള്ള ആ ആത്മനിർവൃതിയിലാണ്. ഓരോ അയ്യപ്പ ഭക്തൻ്റെയും മനസ്സിൽ ഭഗവാൻ എന്ന് പറയുന്ന ആ അഭൗമ ചൈതന്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ മൂർത്തീകരണമാണ് ഓരോ അയ്യപ്പ ഭക്തൻ്റെയും മനസ്സിലുള്ളത്. കാനനപാതയിലൂടെ സഞ്ചാരം നടത്തി വരുമ്പോൾ അഴുതയെന്ന് പറയുന്ന ആ അഴുതാ നദിക്കരയിൽ ഒരു വേള ഭഗവാനെ കണ്ട് ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ആ കാഴ്ചകൾ എത്ര മനോഹരമായ കാഴ്ചയാണ്. കാനനവാസനായ ഭഗവാന്റെ തിരുമുന്നിലേക്കുള്ള സഞ്ചാര വീതിയിൽ അഴുതാ നദിയും ആ അഴുതാ നദി മേടും ഒക്കെ വളരെയേറെ പ്രശസ്തമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ മൂന്നാമത്തെ നീളമേറിയ നദിയായ പമ്പാ നദിയുടെ കൈവഴിയായാണ് അഴുതയാർ അറിയപ്പെടുന്നത്. പീരിമേട്ടിൽ നിന്ന് ഉത്ഭവിച്ച് നിബിഡ വനങ്ങളിലൂടെ ഒഴുകി കോരുത്തോടെത്തുന്നു. അവിടെ നിന്നും കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായി ഇത് മാറുന്നു. പിന്നീട് ശബരിമല പരമ്പരാഗത കാനനപാത ഭാഗത്ത് കാളകെട്ടി കടന്ന് കണമനയിൽ പമ്പാ നദിയുമായി ചേരുന്നു. അതിൻ്റെ മാധവ് നദി പോലെ ഇത് പ്രധാനമായും കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ജനപ്രിയ ദൈവമായ അയ്യപ്പൻ്റെ ഇതിഹാസവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. പന്തളൻ രാജനും പരിവാരങ്ങളും ശബരിമല ക്ഷേത്ര നിർമ്മാണത്തിന് അൽസാ നദി എന്ന അഴുത കടന്നാണ് പോയതെന്ന് ഭൂതനാഥോപാഖ്യാനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. പമ്പയുടെ കൈവഴിയായ അഴുതാ നദി കാളകെട്ടിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ്. അഴുതാ നദിയിൽ മുങ്ങിക്കുളിച്ച ശേഷം ഭക്തർ ഒരു ചെറിയ കല്ല്, ഉരുളൻകല്ല് കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നദിയുടെ അങ്ങേയറ്റത്ത് കുത്തനെയുള്ള അഴുതമേടുണ്ട്. അതിൻ്റെ ശ്രമകരമായ കയറ്റമാണ്. 2 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കഴിഞ്ഞാണ് ഭക്തർ കല്ലിടാങ്കുന്നിലെത്തുന്നത്. അഴുതാ നദിയിൽ നിന്ന് എടുത്ത ഉരുളൻകല്ല് ഭക്തർ ഇവിടെ ഇടുന്നു. മഹിഷിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് കല്ലുകൾ കൊണ്ട് നിറച്ചതിനാലാണ് ഇത് ചെയ്യുന്നത്. കോട്ടയിൽ ശാസ്താക്ഷേത്രമുള്ള അഴുത മലയുടെ കൊടുമുടിയിലാണ്. കാളകെട്ടി അഴുതക്കളവിലെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഭഗവാനെ വണങ്ങി അഴുതാ നദിയിൽ മുങ്ങിക്കുളിച്ച് അവിടുന്ന് കല്ലെടുത്ത് കല്ലിടാങ്കുന്നിലിടുകയാണ് സാധാരണയായി ഭക്തർ ചെയ്യാറുള്ളത്. കാനനവാസനായ ഭഗവാന്റെ അനുഗ്രഹവും സായുജ്യവും നേടാൻ അയ്യപ്പ ഭക്തരുടെ ഈ കാനനപാത യാത്രയിൽ അഴുതാ നദിയിലൂടെയുള്ള ആ മുങ്ങിക്കുളിയും അതിലെയുള്ള ശരണം വിളികളും അതിലെയുള്ള സഞ്ചാരവുമൊക്കെ ഭക്തജന മനസ്സുകളിൽ എന്നും നിറയുന്ന ഒരു കാഴ്ചയാണ്.